നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തൽക്കാലം ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് അവൾ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. നിന്നാ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഞാൻ ചാവൂന്ന് പറഞ്ഞിട്ടും അവള് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഇതുവരെ ഇങ്ങോട്ടൊന്ന് വരാനോ എന്നോട് മാപ്പ് പറഞ്ഞ് അനുനയിപ്പിക്കാനോ അവള് ശ്രമിച്ചില്ല. അവൾ അവളുടെ അമ്മയെ സൽക്കരിക്കുന്ന തിരക്കിലായിരിക്കും. താഴെ ആരുമില്ല. ചന്ദ്രികാന്റി നിധി കൂടെ പുറത്തേക്ക് പോയത്. ഇവിടുത്തെ ബഹളം കേട്ട് പേടിച്ച് ആന്റി നിധി ഇവിടുത്തെ കൊണ്ടുപോയെന്നാ തോന്നുന്നേ. അയ്യോ ഗൗതം, ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? പുകഞ്ഞ കൊള്ളി പുറത്ത്, അത്ര തന്നെ. എന്റെ ഫോൺ റൂമിലാ, ഞാൻ നിധി ഒന്ന് വിളിച്ചു നോക്കാം. അല്ല, എന്റെ ഫോണുണ്ട്, ഞാൻ വിളിച്ചു നോക്കാം. അയ്യോ, നിധി ഫോൺ എടുത്തിട്ടില്ല. ഗൗതം, നീ ചന്ദ്രിക ഒന്ന് വിളിച്ചു നോക്ക്. എന്തിനാ അവരെയൊക്കെ വിളിക്കാൻ പോന്നേ? അവര് പോയെങ്കിൽ പൊയ്ക്കോട്ടെ. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നാണെന്ന് കരുതിയാ മതി. നീ ഇതാരെയാ വിളിക്കുന്നേ? ചന്ദ്രികാന്റിയെ. നിധിയും കൊണ്ട് എങ്ങോട്ടാ പോയതെന്ന് അറിയണമല്ലോ. ആന്റിയുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഓ എടി വിഡ്ഡി, നിധി പോയ സമയത്ത് എങ്ങനെങ്കിലും ഗൗതമനോടൊന്ന് അടുക്കാൻ നോക്ക്. ആരും ഇല്ലാത്തപ്പോ അവന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാള് വേണ്ടേ? നീ തന്നെ ആ ചുമതല ഏറ്റെടുക്കണം. ഞാൻ ഏറ്റു ആന്റി. ഇനി ഗൗതമനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല. ഒന്നുകൂടെ മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ ഗൗതമനെ കാണാൻ പോ. ഒരു മേക്കപ്പ്. നിധിയൊന്ന് പൂർണ്ണമായിട്ട് ഇവിടുന്ന് പുറത്തായിക്കോട്ടെ. അതിന്റെ തൊട്ടു പിന്നാലെ നിന്റെ നിലവിളി മുഴങ്ങും. ഈ കുടുംബത്തിന്ന് നിന്നെ ചവിട്ടി തെറിപ്പിച്ചതിന്റെ നിലവിളി. ശരി അങ്കിൾ, നിധി ഫോൺ എടുത്തിട്ടില്ല. ചന്ദ്രികാന്റിയുടെ ഫോൺ സ്വിച്ച് ഓഫാ, അതുകൊണ്ടാണ് വിളിച്ചത്. ആ ഓക്കെ. അവരിതുവരെ വീട്ടിൽ ചെന്നിട്ടില്ല. അവരെവിടെ പോയി അന്വേഷിക്കും പാറു? നിധി വല്ല കടുങ്ങയും ചെയ്ത് കാണോ? മനസ്സിന് തീരെ കട്ടിയില്ലാത്ത കുട്ടിയാ നിധി. ഇത്രയും വലിയ ആരോപണമൊന്നും താങ്ങാൻ അവൾക്ക് ആകില്ല. ഒരു ദുർബല നിമിഷത്തിൽ അരുതാത്തത് എന്തെങ്കിലും ചിന്തിച്ചു പോന്ന് എനിക്ക് പേടിയാ ഗൗതം. നീ എന്തിനാ റൂമിൽ കയറിയത്? ഇവിടെ കണ്ടുപോറെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇതേ ഞങ്ങളുടെ കുടുംബകാര്യ. ആവശ്യമില്ലാതെ തലയിടരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതല്ലേ. ആന്റി, ഒരു ആപത്ത് വരുമ്പോഴല്ലേ നമ്മൾ ഈ ശത്രുതയൊക്കെ മറന്ന് ഒന്നായി നിൽക്കേണ്ടത്. നിന്നോടുള്ള ശത്രുത മറക്കണമെങ്കിൽ ഞാൻ ചാവണം. അവളുടെ ഒരു സഹതാപം. നിധി കടുങ്കൈ ചെയ്യോ അത്രേ. കാമുകൻ ചതിച്ചപ്പോ ഉറക്കഗുളി എടുത്തു കഴിച്ച നിന്നെ പോലെ പൈങ്കിളിയൊന്നും അല്ല നിധി. പാറു എന്തിനാ ഇവളോട് കൂടുതൽ സംസാരിക്കുന്നത്? വിളിച്ച് പുറത്താക്കുന്നതിന്. പാറുവിന് വൈകി ഞാൻ തന്നെ ചെയ്യാം സൽക്രമം. അയ്യോ വേണ്ട വേണ്ട ഗൗതം. പശ്ചാത്താപ വിവശയായി ഗൗതമിനെ സേവിക്കാൻ ഒരു അടിമയെ പോലെ ജീവിക്കാൻ വന്നവളാ ഞാൻ. എന്നെ പുറത്താക്കി ആ ദൈവദോഷം കൂടി ഗൗതം ഏറ്റുവാങ്ങണ്ട. നാടക ഡയലോഗും കൊണ്ട് ഇവിടെ നിന്നാ ഇനി ചവിട്ടി കൂട്ടി ഞാൻ. നടക്കടി പുറത്തേക്ക്. ഞാൻ പൊക്കോളാം. പോകാൻ. ചന്ദ്രകാരിയുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാ. നമുക്ക് നിഖിലിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ മോനെ? ചന്ദ്രിക എവിടെങ്കിലും പോകുമെന്നോ മറ്റോ അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ഏയ് വേണ്ട പാറു, അവൻ കോളേജിലാവും. വെറുതെ വിളിച്ച് അവനെ കൂടി ടെൻഷൻ അടിപ്പിക്കണ്ട. ഇയാളും നേരെ പോന്ന് എനിക്ക് തോന്നുന്നില്ല. നിധി നിധി എന്ന് പറഞ്ഞു ഇങ്ങനെയുണ്ടൊരു ഭ്രാന്ത്. അയാളുടെ റൂമിൽ ഞാൻ കയറി എന്റെ കുഴപ്പം. ഋഷ്യശൃംഗന്റെ ബ്രഹ്മചര്യം അങ്ങ് തകർന്നു പോവോ? ഹലോ അമ്മേ. മോളെ, കുറച്ചു മുമ്പ് ഗൗതം നിന്റെ അച്ഛനെ വിളിച്ചിരുന്നു. ഓ, ഞാൻ അറിഞ്ഞു. അയ്യോ, അതൊക്കെ ഗൗതമൻ നിന്നോട് പറഞ്ഞോ? നീ ഒരു സംഭവം തന്നെ. അല്ല മോളെ, ഗൗതം വിളിച്ചതിന് ശേഷം നിന്റെ അച്ഛൻ വെടികൊണ്ട പന്നിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന കണ്ടു. ആരെയൊക്കെയോ ഫോൺ വിളിച്ച് നിധിയോ ചന്ദ്രികയോ ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്താ മോളെ പ്രശ്നം? നിധി ഈ വീട്ടിൽ നിന്ന് പുറത്തായി. ആണോ? എന്നിട്ട് നീ എന്താടി എന്നെ വിളിച്ച് പറയാതിരുന്നേ?
ഓ എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഗൗതം ഇപ്പോഴും അവളെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അവളെ ഗൗതം തന്നെ തിരിച്ചു കൊണ്ടുവരും. നിരാശപ്പെടണ്ട. അല്ല, ചന്ദ്രികയ്ക്ക് എന്തു പറ്റി? ചന്ദ്രിക ആന്റിയെ വസുന്ധര ആന്റി ശരിക്കും ഫയർ ചെയ്തു. അവരെ ഇറങ്ങിപ്പോയപ്പോ പുറകെ ഇറങ്ങിപ്പോയതാ നിധി. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഈശ്വരാ, പോണ പോക്കില് ആ നിധിയെ വല്ല പാണ്ടി ലോറിയെ ഇടിച്ചാ മതിയായിരുന്നു. ചന്ദ്രികയെ മാത്രം എനിക്ക് തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു. അതെന്താ അങ്ങനെ ഒരു പ്രാർത്ഥന? ചന്ദ്രിക ആന്റിയുടെ അമ്മയ്ക്ക് സ്നേഹമായോ? സ്നേഹം ഒലക്കേട മൂട്. എടി, അവള് പോയാലേ ഇവിടുത്തെ ജോലികളൊക്കെ ആര് ചെയ്യും? കാശ് കൊടുക്കാതെ ഒരു വീട്ടു ജോലിക്കാരിയെ കിട്ടുന്നതേ അത്ര നിസ്സാര കാര്യമല്ല. പ്രണവിനെ വളച്ചെടുത്ത് ഞാൻ ഇവിടത്തെ മരുമകളൊന്നും ആയിക്കോട്ടെ. അമ്മയുടെ ചൊൽപ്പടിക്ക് ഞാൻ 5 ജോലിക്കാരെ തരും. എന്താ മോളെ ഇത്? പ്രണവാ? അപ്പൊ ഗൗതമോനെ നീ വിട്ടാ? ഓ, അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ. നടക്കും മോളെ, നീ നോക്കിക്കോ. നിധി തിരിച്ചു വരില്ല. ഗൗതം മോനെ നമ്മൾ ഇങ്ങ് എടുക്കും. എടുക്കൂന്ന് പറഞ്ഞിട്ടുള്ളവരെയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് മോളെ. മതി, എനിക്ക് ഗൗതമിന്റെ കാര്യം കേൾക്കാനേ താല്പര്യമില്ല. അയ്യോ മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. രേണു, ഞാൻ നിധിയും ചന്ദ്രയും അന്വേഷിച്ചൊന്ന് പുറത്തു പോവാ. അവരോട് വന്നാ നീ എന്നെ വിളിക്കണം. ശരി. ഉം. രണ്ടുപേർക്കും ബുദ്ധിമോശമൊന്നും തോന്നിക്കല്ലേ ഈശ്വരാ. അങ്ങനെ വിവരക്കേട് കാണിക്കാൻ നിധി നിന്റെ മോളെ പോലെ യൂസ്ലെസ് അല്ല. അങ്ങേര് പോയി മോളെ. ഞാൻ യൂസ്ലെസ് ആണത്രേ. ദേ, അമ്മയുടെ കെട്ടിയാൻ ഒട്ടും ശരിയില്ല. നോക്കിക്കോ, വയസ്സങ്കലത്തെ ഞാൻ അങ്ങർക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കൂല. നിന്റെ വാശി ജയിക്കണമെങ്കിൽ പ്രണവ് പോരാ. ഗൗതം തന്നെ നിനക്ക് സ്വന്തം ആവണം. മോള് തളരരുത്. നമുക്ക് ആഞ്ഞു പിടിക്കാം. ലക്ഷ്യം പാതി വഴിയിൽ ഉപേക്ഷിക്കരുത്. അമ്മ, ഇനി ഞാൻ ഗൗതമന്റെ പിന്നാലെ നടന്ന പ്രണവ് പോലും കൈവിട്ടു പോവും. കയ്യിലുള്ളതും ഉത്തരത്തിലുള്ളതും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ എനിക്ക് താങ്ങാൻ പറ്റില്ല. മോള് കുറച്ച് ദിവസം കൂടി ഒന്ന് ക്ഷമിക്ക്. ഗൗതമിന്റെ കാര്യം തീരുമാനമാവോന്ന് നമുക്ക് നോക്കാം. ആ ശരി, ഞാൻ എന്നാ പിന്നെ വിളിക്കാം. ഓക്കെ. ഇനി ഞാൻ ദേവിക്ക് നേർന്ന താലിയുടെ സ്വർണം കുറഞ്ഞു പോയതുകൊണ്ടാണോ ശിവാനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? ഏയ്, അതൊന്നും ആവില്ല. നിധിയും ആന്റിയും കൂടെ എവിടേക്കായിരിക്കും പോയത്? എന്നെ വിട്ടു പോവില്ലെന്ന് അവള് തറപ്പിച്ച് പറഞ്ഞതാ. എന്നിട്ടും എന്താ നിധിക്ക് പറ്റിയത്? ഹലോ ആന്റി, നിധിയും കുട്ടി ആന്റി എവിടേക്കാ പോയത്? സർ, ഇത് ഞാനാ. ഓ, താങ്ക് ഗോഡ്. മനസ്സിലൊരു മഞ്ഞ് വീണ തണുപ്പാ. എന്നെ കാണാതെ ഞാൻ എത്ര ടെൻഷൻ അടിച്ചു നിനക്കറിയില്ല. എനിക്കറിയാം സർ. അമ്മയുടെ പിന്നാലെ പോയതുകൊണ്ട് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. നീ എങ്ങോട്ടാ പോയത്? അത് പറ. അമ്മയ്ക്ക് പെട്ടെന്നൊരു തലകറക്കം വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാ. എന്നിട്ട് ആന്റിക്ക് എങ്ങനെയുണ്ട്? പ്രഷർ വേരിയേഷൻ വന്നാണോ? അമ്മയ്ക്ക് പറയത്തക്ക കുഴപ്പങ്ങളൊന്നുമില്ല. ജോണ്ടസ് ആണ്. ഓ, കുറച്ചു ദിവസം റെസ്റ്റ് വേണം. വീട്ടുജോലികളൊന്നും ചെയ്യരുതെന്നാ ഡോക്ടർ പറഞ്ഞത്. വീട്ടിൽ ചെന്ന എന്താവൂന്ന് എനിക്ക് അറിയില്ല സർ. അമ്മായി അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ആന്റിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിനക്കറിയാലോ. എനിക്കറിയാം സർ. വസുന്ധരാന്റി അവിടെ ഉള്ളിടത്തോളം കാലം എന്റെ വീട്ടുകാര് എന്നെ കാണാൻ വരുന്നത് പോലും ഞാൻ വിലക്കേ ഉള്ളൂ. ഞാനൊരു ദുർബലനായ ഭർത്താവാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും അല്ലേ നിധി? ഇത് സാറിന്റെ ഗതികേടാണെന്ന് എനിക്കറിയാം. അല്ല, ആന്റിയുടെ ആത്മഹത്യാ നാടകം എന്തായി? ഒക്കെ നേരിട്ട് പറയാം നിധി. ശരി, ഞാൻ അമ്മയെ വീട്ടിലാക്കിയിട്ട് കഴിയുന്നതും വേഗം എത്താം. ഒരു മിനിറ്റ്, ഫോൺ വയ്ക്കരുത്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ സർ? നമുക്ക് ഈശ്വരമംഗലത്തിന് പുറത്തു വെച്ചൊന്ന് കാണണം. നീ അമ്മയെ കൊണ്ടുപോകും. അപ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി സ്വസ്ഥമായി സംസാരിക്കാൻ പറ്റുന്ന ഒരിടത്തെത്താം. ഞാൻ ലൊക്കേഷൻ അയച്ചു തരുമ്പോൾ നീ അങ്ങോട്ട് വന്നാൽ മതി. അയ്യോ സർ, സാറ് ഡ്രൈവ് ചെയ്യാൻ പാടില്ല എന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കാർ എടുക്കുന്നില്ല, ടാക്സി പിടിച്ചു വന്നോളാം. അതെന്താ? ഡ്രൈവർമാരെ ആരെങ്കിലും വിളിച്ചാ പോരെ? നമ്മുടെ മീറ്റിംഗ് രഹസ്യമാ.
മറ്റാരും ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. എന്താ സർ, കേട്ടിട്ട് തന്നെ വലിയ ടെൻഷനാവുക. ഒരു ടെൻഷനും വേണ്ട. എന്നെ നിനക്ക് വിശ്വാസമല്ലേ? എന്റെ നിഴലിനേക്കാൾ എനിക്ക് വിശ്വാസം സാറിനെയാ. ദാറ്റ്സ് ഇറ്റ്. ബാക്കി നമുക്ക് നേരിട്ട് തന്നെ സംസാരിക്കാം. ശരി സർ. ആ, അപ്പൊ ഓക്കെ. ഞാൻ ഇനി ഇവിടെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് പുറത്തിറങ്ങാനുള്ള മാർഗം നോക്കട്ടെ. ആ ഗൗതമോൻ എന്താ പറഞ്ഞത്? ഒന്നുമില്ലമ്മേ, അമ്മയ്ക്ക് പതുക്കെ നടക്കാൻ പറ്റുമോ? നമുക്കൊരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോകാം. ശരി മോളെ, നീ എന്നൊന്ന് പിടിച്ചാ മതി, ഞാൻ നടന്നോളാം. എഴുന്നേക്ക്, സൂക്ഷിച്ച്. വരൂ അമ്മേ. പതുക്കെ സൂക്ഷിച്ച്. ചേട്ടാ, ഒരു 10 മിനിറ്റ് ഇപ്പൊ. ഓ ശരി. ചന്ദ്രിക്ക് നടക്കാൻ പറ്റില്ലേ? എന്താ പറ്റിയത്? അതൊക്കെ ഞാൻ പറയാം. ആദ്യം ഇരുത്തട്ടെ അമ്മേ. സൂക്ഷിച്ചേ. പതുക്കെ. ഇരിക്ക്. അമ്മയൊന്ന് തലകറങ്ങി വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോ ജോണ്ടിസാ. അമ്മയ്ക്ക് കംപ്ലീറ്റ് റെസ്റ്റ് വേണം. അടുക്കള ജോലി പോലും ചെയ്യരുതെന്നാ ഡോക്ടർ പറഞ്ഞ്.